സുധിയുടെ ഓർമ്മകളിൽ ജീവിക്കുമെന്ന് പറഞ്ഞ ഭാര്യ ഇപ്പോൾ റീൽസിലും മറ്റും താരമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ സുധിയുടെ മക്കളുടെ കാര്യം ഇനി എന്താകുമെന്നായിരുന്നു എല്ലാവരുടെയും ആശങ്ക. ആ സ്വത്തുക്കൾക്ക് ഇനി എന്തു സംഭവിക്കും? സുധിയുടെ കുടുംബത്തെ സഹായിക്കാൻ ഇറങ്ങിയവർക്ക് ഇപ്പോൾ തെറി കൊണ്ട് പൂരമാണ്. മരണശേഷം സുധിക്ക് കൈവന്ന ആ സ്വത്തുക്കളുടെ കാര്യത്തിൽ ഒരു വമ്പൻ ട്വിസ്റ്റാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കേരള ഹോം ഡിസൈൻ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് സുധിക്ക് വീട് പണിഞ്ഞു നൽകിയത്. അതിൻ്റെ അധിപനായ ഫിറോസ് ആണ് ഈ സ്വത്തുക്കളുടെ കാര്യത്തിലെ ട്വിസ്റ്റ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വെളിപ്പെടുത്തിയത്. മരണപ്പെട്ടുപോയ കൊല്ലം സുധിയുടെ 2 മക്കൾക്ക് മാത്രമാണ് ബിഷപ്പ് നൽകിയ സ്ഥലത്തിനും എല്ലാവരും ചേർന്ന് നൽകിയ വീടിനും അവകാശമുള്ളൂവെന്ന് ഫിറോസ് വ്യക്തമാക്കുന്നു. ആ വീടും സ്ഥലവും 15 വർഷത്തേക്ക് വിൽക്കാനോ കൈമാറാനോ സാധിക്കുകയില്ല. കൊല്ലം സുധിയുടെ കുടുംബത്തിനു ഞങ്ങൾ നൽകിയ വീടിൻ്റെ പരിപൂർണ അവകാശികൾ അദ്ദേഹത്തിൻ്റെ 2 മക്കൾ മാത്രമാണ്. മറ്റാർക്കും ആ വീടിനോ സ്വത്തിനോ ഒരു അവകാശവുമില്ല. ആ കുട്ടികളെ ആരും ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കുമെന്ന ആശങ്ക ആർക്കും വേണ്ട, ഫിറോസ് ഫേസ്ബുക്കിൽ കുറിച്ചു. ഈ വാർത്ത ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്.